ജനുവരി മാസത്തിൽ തെക്കൻ കേരളത്തിൽ ചെറുതായെങ്കിലും മഴ ലഭിച്ചപ്പോൾ വടക്കൻ കേരളത്തിലുള്ളവർക്ക് മുന്നറിയിപ്പ് മാത്രമായിരുന്നു ലഭിച്ചത്. എന്നാൽ ഇപ്പോഴിതാ ജനുവരി 17 മുതൽ 21 വരെ കേരളത്തിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മഴയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇതുവരെ മഴ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജനുവരി മാസത്തിൽ തെക്കൻ കേരളത്തിൽ ചെറുതായെങ്കിലും മഴ ലഭിച്ചപ്പോൾ വടക്കൻ കേരളത്തിലുള്ളവർക്ക് മുന്നറിയിപ്പ് മാത്രമായിരുന്നു മിച്ചമായത്. നിലവിലിതാ ജനുവരി 17 മുതൽ 21 വരെയുള്ള സമയങ്ങളിൽ കേരളത്തിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനുവരി 17 സംസ്ഥാനത്തിന്റെ ഒരു ഭാഗങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടില്ല. എങ്കിൽ പോലും ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നേരിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട്. അതേസമയം ജനുവരി 17 മുതൽ 19 വരെ ശബരിമലയിൽ കാലാവസ്ഥ മോശമായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. മഴ മുന്നറിയിപ്പുകൾ പ്രവചിച്ചിട്ടില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് തെക്കൻ തമിഴ്നാട്, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇതോടൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറേണ്ടതുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടണം. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാനും പാടില്ല. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. തണുപ്പും ചൂടും ഇടകലർന്ന കാലാവസ്ഥയാണ് കേരളത്തിൽ നിലവിൽ പകൽ അനുഭവപ്പെടുന്നത്. രാവിലെ 10 മണി വരെ പലയിടങ്ങളിലും അസഹനീയമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ അതിനുശേഷം ശക്തമായ ചൂടും വരുന്നതിനാൽ പല രോഗങ്ങളും മലയാളികളെ പിടിമുറുക്കി കഴിഞ്ഞു. എന്നാൽ ഈ ഒരു കാലാവസ്ഥ അത് തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.